ജിറാഫിന് ഭക്ഷണം കൊടുക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ജപ്പാനിലെ തെന്നോജി സൂവിൽ ഞങ്ങൾ പോയ സമയത്ത് ജിറാഫിന്റെ ഫീഡിംഗ് ടൈം ആയിരുന്നു. അത്യാവശ്യം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഈ ഫീഡിംഗ് ടൈം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത്. വൈകിട്ട് 5 മണി വരെയാണ് സൂ ഓപ്പൺ ആയിട്ടുള്ളത്. ഒരാൾക്ക് 500 yen. നമ്മുടെ ഇന്ത്യൻ റുപ്പി ഏകദേശം ഒരു 287 രൂപേന്റെ അടുത്ത് വരും. ജിറാഫിന്റെ മാത്രമല്ല കേട്ടോ, ഒട്ടുമിക്ക മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഫീഡിങ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിന്റെ ഫീഡിങ് ടൈം അറിയണം. നമ്മൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, മാനുവൽ കിട്ടും, എവിടേക്കാണ് ഓരോ മൃഗങ്ങൾ ഉള്ളത് എന്നുള്ളത്. ജാപ്പനീസും പല ലാംഗ്വേജും ഉണ്ടായിരിക്കും, ഇംഗ്ലീഷും ഉണ്ട്. അപ്പം നമുക്ക് അത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജിറാഫിന് ഇത്ര അടുത്ത് ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും ഇങ്ങനെ അതിന്റെ കഴുത്ത് നീട്ടിങ് വരുമ്പോൾ നമ്മുടെ തലയിലെങ്ങാൻ ടച്ച് ചെയ്യുമെന്ന് വരെ നമുക്ക് പേടി തോന്നുമായിരുന്നു. അത്രയ്ക്ക് അടുത്ത് നിന്നായിരുന്നു നമ്മൾ കാണുന്നുണ്ടായിരുന്നത്. പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല, കാരണം ഇവിടെ എല്ലാം ഭയങ്കര സേഫ്റ്റി ഉള്ളതാണല്ലോ. പുറകിൽ കാണുന്നത് ജിറാഫിന്റെ കൂടാട്ടോ. ആ കൂട്ടിനകത്തുനിന്ന് വന്ന ജിറാഫാണ് ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ജിറാഫ് ഇതേ ഇവിടെ വെയിറ്റിംഗ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പല രീതിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇവിടെ തൂങ്ങിക്കിടക്കുന്ന ഒരു മരത്തിന്റെ ഇത് കണ്ടില്ലേ, അതിനകത്ത് ഫുൾ കമ്പിക്കൂട് പോലെയാണ്. അതിനകത്ത് തീറ്റിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വീഡിയോയിൽ അത് കാണാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഈ ജിറാഫ് നാവ് കൊണ്ട് ഇങ്ങനെ എടുക്കണം, നക്കി എടുക്കണം അതിനകത്തുനിന്ന്. ചിലപ്പോൾ അതിന് നാവിനുള്ള എക്സസൈസ് കൊടുക്കാനോ അങ്ങനെ എന്തിനേലും വേണ്ടിയിട്ടായിരിക്കും അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഒരു കമ്പി കണ്ടില്ലേ, അതിനകത്തൂടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ജിറാഫിന്റെ കഴുത്തിന്റെ പല ഹൈറ്റിൽ വെച്ചിട്ട് ജിറാഫ് ഫുഡ് കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജിറാഫ് ഇടയ്ക്കിടയ്ക്ക് ഈ തല നീട്ടി ഇങ്ങനെ വരുമ്പോൾ തോന്നും നമ്മളെ ടച്ച് ചെയ്യുമോ എന്നുള്ളത് കേട്ടോ. ടച്ച് ചെയ്യാനൊന്നും പറ്റണ്ടാവില്ല, കാരണം ആ സേഫ്റ്റി ഒക്കെ അവർ എടുത്തിട്ട് തന്നെയായിരിക്കും ഇതിനെ കാണിക്കുന്നുണ്ടാവുക നമ്മളെ. പക്ഷെ ഇതിങ്ങനെ പിന്നെയും കഴുത്തിങ്ങനെ നീണ്ടു വരുമ്പോൾ ഇനി എങ്ങാനും നീണ്ട് നമ്മുടെ തലയിലോട്ട് വരുമോ എന്നുള്ളൊരു പേടി തോന്നുന്നുണ്ടായിരുന്നു എനിക്ക്. സൂല് ഞങ്ങൾ എത്തിയ സമയത്ത് ജിറാഫൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു, കൂട്ടിനകത്തായിരുന്നില്ല. ഇത് 3 മണിക്കാണ് ഫീഡിങ് ടൈം. അപ്പോൾ ഈ കൂട്ടിനകത്ത് കൊണ്ടുവന്നിട്ട് ഇതിനെ ഫീഡ് ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തു കൂടെ ഓടിക്കളിക്കുന്നതും ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് കാണിക്കാം.